ഭാരതപ്പുഴയുടെ സാംസ്കാരിക പൈതൃകവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുഴയോരങ്ങളിലെ കാർഷിക സംസ്കൃതിയും മനസ്സിലാക്കുന്നതിനായി നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗ് നെന്മാറ NSS കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയെ തേടി എന്ന പേരിൽ സാംസ്കാരിക ചരിത്ര പഠന യാത്ര സംഘടിപ്പിച്ചു. ഭാരതപ്പുഴയുടെ ഉത്ഭവമായ ആനമലയിൽ നിന്നും ഭാരതപ്പുഴ അവസാനിക്കുന്ന ചമ്മറവട്ടം വരെയുള്ള ദൂരമാണ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും നേതൃത്വത്തിൽ യാത്ര ചെയ്തത്. യാത്രയ്ക്കിടയിൽ ഭാരതപ്പുഴയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് സാംസ്കാരിക മൂല്യച്യുതി സംഭവിച്ചതിനെക്കുറിച്ചുള്ള വിശദമായ പഠനവും യാത്രയിൽ നടത്തി. യാത്ര അനുബന്ധിച്ച വിവിധ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി കർഷക മേഖലയിലെ വിദഗ്ധരുമായി ചർച്ചകൾ നടത്തുകയും പ്രശ്നങ്ങൾ പഠിക്കുകയും സാംസ്കാരിക വൈവിധ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. പാലക്കാട് ചുരത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലയിൽ ആരംഭിച്ച മൂലത്തറ ഡാം, പതിമല മലനിരകൾ, കോരയാർ, വരട്ടയാർ, തിരുമൂർത്തി ഡാം തുടങ്ങി ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥലം മുതൽ ഭാരതപ്പുഴയും കൈവഴികളും ഒഴുകുന്ന വഴികളിലൂടെയാണ് യാത്ര സംഘടിപ്പിച്ചത്. ഭാരതപ്പുഴയെ തേടി എന്ന പേരിൽ സംഘടിപ്പിച്ച പുഴയറവ് യാത്രയുടെ ഉദ്ഘാടനം മുൻ ISRO ശാസ്ത്രജ്ഞനും ഡാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഡാറ്റ എക്സിയുടെ വൈസ് പ്രസിഡന്റുമായ GS ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഭാരതപ്പുഴയെ തേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് വെള്ളത്തിനെ തേടുക എന്നുള്ളതാണ്. ആ വെള്ളത്തിനെ തേടി ഇവിടെ എത്താൻ സാധിച്ച നിങ്ങൾക്ക് ഏവർക്കും ഇത് സംഘടിപ്പിച്ച ലൈഫ് സ്കിൽ അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും, നിങ്ങളുടെ ഗൈഡ്, ഗുരു, ഇവർക്കെല്ലാം തന്നെ ആദ്യമേ നന്ദി പറയുകയാണ്. ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു സാധനമാണ് ജലം. ജലമാണ് ജീവന്റെ ആധാരം എന്നാണ് മോഡേൺ സയൻസ് പറഞ്ഞത്. ജലത്തിലൂടെയാണ് ഒരു സൃഷ്ടിയെ ജനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടാകുന്നു എന്നാണ്. ജലത്തിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന, ജലം നമ്മളിലേക്ക് എത്തിച്ചു വരുന്ന ഒരു വാഹിനി പോലെ ഭാരതപ്പുഴയെ തേടാനാണ് നിങ്ങൾ എത്തിയത്. ഭാരതപ്പുഴ നിങ്ങളുടെ സംസ്കൃതിയിൽ എന്തുമാത്രമുണ്ട്, നിങ്ങളുടെ വാണിജ്യ മേഖലകളിൽ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ ഭാരതപ്പുഴ നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്റ്റഡിയിൽ. സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗ് ഡയറക്ടർ അശോക് നെന്മാറ അധ്യക്ഷനായിരുന്നു. വൈൽഡ് ലൈഫ് സൊസൈറ്റി മുൻ സൗത്ത് ഇന്ത്യൻ കോർഡിനേറ്റർ S ഗുരുവായൂരപ്പൻ, പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനുമായ ശരവണകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു. അക്ഷര, രവീന്ദ്രൻ, ശ്രീകാന്ത്, കോർഡിനേറ്റർമാരായ മുഹമ്മദ് അനസ്, കുമാരി നിത്യദാസ്, സൂരജ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ 56 വിദ്യാർത്ഥികളും യുവാക്കളും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.